നമുക്ക് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെ പറയും. അതൊരു ഭൂകമ്പത്തിനൊക്കെ പ്രതീതി എന്നോണമാണ് ഈ ഒരു റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ വലിയ അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട് ഈ ദേശീയപാത നിർമ്മാണത്തെ ചൊല്ലി. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ അവകാശം കൂടി, ഇതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ്. ഇവിടെ നിൽക്കുമ്പോൾ പോലും ആശങ്കയാണ്. കാരണം ഈ ബാക്കി ഭാഗം കൂടി എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന നിലയിലാണ്. കാരണം ഈ കല്ലുകളിലേക്കൊക്കെ ഒന്ന് പോയാൽ തന്നെ ഓരോ കല്ലുകളിലും വിള്ളലുണ്ട്. നാട്ടുകാർ പറഞ്ഞതാണ്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന സമയം മുതൽ തന്നെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ നാട്ടുകാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അന്ന് അവർ ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലൊരു നിർമ്മാണം അത് ഒരു ശാശ്വതമാകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഫലവത്താകുമോ എന്നുള്ള സംശയമൊക്കെ അന്നേ പറഞ്ഞതാണ്. ഇന്ന് ഒരു ഗുരുതര ഭവിഷ്യത്ത് എന്തായാലും ഉണ്ടായിരിക്കുന്നു. നാട്ടുകാർ തന്നെയാണ് നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞത്. നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണല്ലേ ഈ വിഷയം. നാടിനെ നെടുകെ പിളർത്തുന്ന ഈ ഗോപുരം കണക്കെ ഉയർന്നു നിൽക്കുന്ന ഈ ചൈനീസ് വൻമതിൽ പോലുള്ള നിർമ്മാണം നിങ്ങൾ കണ്ടു. ഈ രൂപത്തിൽ നിർമ്മാണം നടത്തിയിട്ടും നാട്ടുകാർ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചത് നാടിൻ്റെ വികസനത്തിൽ അവരൊരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ പൂർണ്ണമായി നാടിനെയും നാട്ടുകാരെയും വഞ്ചിക്കുന്ന രൂപത്തിലാണ്. ഞങ്ങൾ ഗവൺമെൻറ്റുകളൊന്നും കുറ്റം പറയുന്നില്ല, ഈ നിർമ്മാണ കമ്പനി ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ നേരത്തെ എനിക്ക് ഒരല്പം മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്ഥിതി. ഇത് നാട്ടിൽ സാധാരണഗതിയിൽ നമ്മൾ സ്വന്തം നിലക്ക് നടത്തുന്ന ഒരു നിർമ്മാണത്തിന് ഈ ഫൗണ്ടേഷൻ നമ്മൾ വെക്കുമോ? ഇത് ഏതാണ്ട് 16-18 മീറ്ററാണ് ഈ സൈഡ് വാൾ ഉയർന്നു നിൽക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ കോൺക്രീറ്റ് ഒരു ചെറിയ സിമെൻറ്റ് കട്ട വെച്ചിട്ടാണ് ഈ സൈഡ് വാൾ ഉയർത്തിയിരിക്കുന്നത്. സാധാരണ ഈ റീച്ച് എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ റീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, തലപ്പാടി മുതൽ കന്യാകുമാരി വരെയുള്ള റീച്ചാണ്. ഈ റീച്ചിനകത്ത് KNRC ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് രാമനാട്ടുകര മുതൽ പൊന്നാനി വരെയുള്ള മലപ്പുറം റീച്ചാണ്. മലപ്പുറം റീച്ചിനകത്ത് മാത്രമാണ് സോഡിയില്ലാത്ത രൂപത്തിലുള്ള ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മറ്റുള്ളിടത്തൊക്കെ നമ്മൾ പ്രീകാസ്റ്റ് ചെയ്ത സിമെൻറ്റ് സ്ലാബ് വെച്ച് സൈഡ് മണ്ണിട്ട് നല്ല ഫൗണ്ടേഷനൊക്കെ ചെയ്തെടുത്ത് ഇവിടെ മാത്രം ഏറ്റവും തിരക്ക് പിടിച്ച് വർക്ക് നടക്കുന്നു. KNRC എത്രയും സമയമെടുത്ത് വലിയ രൂപത്തിൽ ഈ വർക്ക് തീർത്തു എന്ന് കൊട്ടിഘോഷിച്ചു. മാത്രമല്ല അവരിവിടുത്തെ 90% വർക്ക് തീർത്ത് മൈസൂരിലേക്ക് അവരെ വർക്ക് സൈറ്റിലേക്ക് പോയി എന്ന് പറയുന്നു. ഇത് നിങ്ങൾ കാണുക. ഇന്നലെ ഉണ്ടായ ആഘാതം ചെറുതാണ്. ഇന്ന് ഗുജറാത്തിലെ കച്ചിലൊക്കെ കണ്ടതുപോലുള്ള ഭൂകമ്പം കണക്കെയാണ് ഇവിടെ ഭൂമി പിളർന്നിരിക്കുകയാണ്. ഈ വയൽ എന്ന് പറയുന്നത് കടലുണ്ടി പുഴയുടെ ഓരത്തുള്ളതാണ്. ഇവിടെ എണ്ണിയാൽ ഒടുങ്ങാത്ത തോടുകളും കൈവരികളുണ്ട്. അത് മുഴുവൻ അടച്ചിട്ട് ഒരു തോട് മാത്രം കടന്നു പോകുന്ന വീതിയിൽ ഏതാണ്ട് 5-6 മീറ്റർ വീതിയിൽ മാത്രം, അല്ലെങ്കിൽ 10 മീറ്ററിനുള്ളിലുള്ള വീതിയിൽ മാത്രമാണ് ഈ തോടിന് കൈവരിയിട്ടിരിക്കുന്നത്. ഇത് കടലുണ്ടിപ്പുഴ എന്ന് പറയുന്നത് ഏതാണ്ട് 200-300 മീറ്റർ ഈ നിൽക്കുന്ന പ്രദേശത്തുള്ളൂ. ഇനി വലിയൊരു ഫ്ലഡോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഈ റോഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. കേരളത്തിൽ ഇങ്ങനത്തെ റോഡ് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് നല്ലത്. ഇവിടെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള വിശദാംശങ്ങളും കൂടി പങ്കുവയ്ക്കൂ. അധികാരികളും PWയുടെ അധികാരികളും PD ഒക്കെ സംബന്ധിക്കുന്നു എന്ന് MLAയും തഹസിൽദാറൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇവിടെ പൂർണ്ണമായി വയഡക്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈ ഓവറുകളോ ശാശ്വതമായ ഇവിടുത്തെ വളരെ അശാസ്ത്രീയമായാണ് ഈ നിർമ്മിതി എന്നാണ് തദ്ദേശവാസികളും പറയുന്നത്. ഇത് കണ്ടു നിൽക്കുന്നവരും പറയുന്നത് അതാണ്.